ഇരിക്കൂ. രേഖകളൊക്കെ പരിശോധിച്ചപ്പോഴാ ഇങ്ങനൊരു ബന്ധമുണ്ടെന്ന് അറിയുന്നത് തന്നെ. ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും എന്തേ രാമവർമ്മ ഒന്നും അറിയിക്കാഞ്ഞത്? ഇങ്ങനൊരു ബന്ധവും പറഞ്ഞു വന്ന അടിയനെ വിശ്വസിക്കുമെന്ന് ഭയം ഉണ്ടായിരുന്നു. എത്രയൊക്കെ അകന്നു നിന്നാലും ചിലരെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ ഈശ്വരൻ തീരുമാനിക്കും. അതുപോലൊരു കൂടിച്ചേരലായതെന്ന് കണക്കാക്കിയാ മതി. കൃഷ്ണമൂർത്തി പറഞ്ഞുവല്ലോ അല്ലേ? ഓവ്, അടിയന്റെ മകളുടെ ജാതകം പിഷാരടി ഇവിടെ എത്തിച്ചു എന്നും അതിൽ ചില നല്ല കാര്യങ്ങൾ കണ്ടുവെന്നും ബാക്കിയൊക്കെ തിരുമനസ് തന്നെ നേരിട്ട് വിശദമായിട്ട് പറയുമെന്നും. പറയാം, വിശദമായിട്ട് തന്നെ പറയാം. ഈ കൊട്ടാരത്തിൽ ഒരു പെൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിക്കുണ്ടായി. അനന്തരാവകാശികളില്ലാതെ വന്നാൽ താവഴി നിലനിർത്താൻ ദത്തെടുക്കലല്ലാതെ മറ്റു പോംവഴികളൊന്നുമില്ല. അറിയാലോ? രാജകുടുംബങ്ങളിലും കോവിലകങ്ങളിലും ധാരാളം പെൺകുട്ടികളുണ്ട്. പക്ഷേ ഉദയപുരം കൊട്ടാരത്തിലെ അനന്തരാവകാശിയാകാൻ ഇങ്ങനെ ആരെങ്കിലും പോരാ. വംശത്തിന്റെ ദീപശിഖ കയ്യിലേന്തി അത് തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാൻ സർവദാ അർഹമായ കൈകൾ തന്നെ വേണം. രാജാധികാരമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, രാജ്യത്വം നഷ്ടപ്പെട്ടിട്ടില്ല. അത് സന്തതി പരമ്പരകളിലൂടെ നിലനിർത്താൻ പോന്ന അഷ്ടൈശ്വര്യങ്ങളും തികഞ്ഞവളായിരിക്കണം അവൾ. അങ്ങനൊരു കുട്ടിയെ കണ്ടെത്താൻ ദേവപ്രശ്നം നടത്തുകയുണ്ടായി. ഏരുകേട്ട ദൈവജ്ഞന്മാരെ മുഴുവൻ വരുത്തി. ആഞ്ഞാൾ ഭട്ടതിരി, ആഴൂർ കനകൻ, തിരുവട്ടാർ സുബ്രഹ്മണ്യവാദ്യർ, അങ്ങനെ പ്രസിദ്ധരായ പലരും. തർക്കവും വിതർക്കവും വ്യാഖ്യാനവുമായിട്ട് രാവങ്ങനെ നീങ്ങി. ഒടുവിൽ തർക്കമറ്റ വിധം എല്ലാം വ്യക്തമായി. പെൺകുട്ടിയെക്കുറിച്ച് പട്ടേര് പ്രവചിച്ചു. ദിനവാസരത്തിൽ നിറപൗർണമിയിൽ തന്നാളിൽ പിറന്ന പെൺകുട്ടി, സ്വർണ്ണവർണ്ണമുള്ളവൾ, രാജരക്തം. ഇവിടെ നിന്നും 20 കാതം അകലെ ക്ഷയോന്മുഖമായ തറവാട്. പിന്നെ ഇങ്ങനൊരു തറവാടിനെയും പെൺകുട്ടിയെയും കുറിച്ച് അന്വേഷിക്കാൻ 4 പാടും ആളുപോയി. കണ്ടെത്താൻ പരിശ്രമിച്ച് പരാജയപ്പെട്ടിരിക്കുമ്പോഴാ പിഷാരടി ഇങ്ങനൊരു കുട്ടിയെക്കുറിച്ച് അറിയിച്ചത്. ഇനിയും മനസ്സിലായില്ല എന്നുണ്ടോ? ഈ സ്വരൂപത്തിന്റെ സുഹൃതമായി അനന്തരാവകാശിയായി ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്നത് രാമവർമ്മയുടെ മകൾ മായയാണ്. എന്തു പറ്റി? എന്താ എന്താ? ഈശ്വര, ഒരു കുഴപ്പമില്ലാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ മനുഷ്യനാ. ഇനി വഴിക്ക് വല്ലതും കണ്ട് പേടിച്ചു കാണുമോ? വല്ലതും പറഞ്ഞോ? ഇല്ല, ഒരക്ഷരം വേണ്ടിയിട്ടില്ല. വന്ന ഉടനെ കിടന്ന് കിടപ്പാ. ഇനി പഴയ കടത്തിന്റെ പേരിൽ കൊട്ടാരത്തിലെങ്ങാനും കെട്ടിയിട്ട് തല്ലി കാണുമോ അപ്പോയെ? വേദന ഒട്ടും സഹിക്കാത്ത ആളാ. എന്താ അമ്മ ഇത്? ഇങ്ങനെ കരഞ്ഞ നീ കുട്ടികളെ കൂടി പഠിപ്പിക്കും? പേടിക്കാനൊന്നുമില്ല, ചെറിയൊരു പനി, അത്രേ ഉള്ളൂ. പിന്നെ മായ നടത്തുമല്ലോ, കാണണമെന്ന് പറഞ്ഞു. അപ്പോയി പിന്നെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അച്ഛാ, മോളെ, അച്ഛന്റെ പൊന്നുമോളെ, അച്ഛന്റെ മഹാഭാഗ്യ മോളെ, നീ മഹാഭാഗ്യ. എന്റെ ശ്രീപത്മനാഭ ഭഗവാനെ. ഒന്നുമില്ല മോള്, വിഷമിക്കാതെ, അച്ഛനൊന്നുമില്ല. ഇനി പ്രാന്തിന്റെ വല്ല തുടക്കവും? ഞാനൊരു മരുന്ന് തരാം, അതങ്ങ് അകത്ത് ചെന്നാൽ ഇതൊക്കെ പിടിച്ചെടുത്ത് നടക്കും. വരിക വരിക. മോള് പോയി കിടന്നോ, നാളെ വെളുപ്പിന് എണീക്കണം. എന്താ? കൊട്ടാരത്തിൽ പോണ്ടേ? കൊട്ടാരത്തിലോ? എന്തിന്? അത് എന്താ? ഒന്നുമില്ല. ഓ, ആ കൊട്ടാരവും രാജാവിനെയും വെല്ലിയമ്പ്രാട്ടിക്കൊന്ന് കാണേണ്ടത് തന്നെ. അയ്യോ, എനിക്ക് കാണണ്ട. എന്തേ? അച്ഛൻ കണ്ടിട്ട് വന്നിട്ടല്ലേ ഈ കിടപ്പ് കിടക്കണത്? ഇത് അതൊന്നുമല്ല. മോൾക്ക് കാണുക പറ, അച്ഛൻ കൊണ്ടുപോവാ. പിന്നെ വേറെ ആരും ഇത് അറിയണ്ട. അച്ഛന്റെ കൂടെ അച്ഛന്റെ പൊന്നുമോള് മാത്രം വന്നാ മതി. വരൂ വരൂ, ഇവിടെ വിശ്രമിക്കാം.
എന്താ അങ്ങനെ മിഴിച്ചു നിൽക്കണേ? എന്തായി കാണണേ? ആദ്യം വന്നപ്പോ ഞാനും ഇങ്ങനെ നിന്നുപോയി. ദ്വാരക ചെന്ന കുചേലന്റെ അനുഭവമായിരുന്നു എനിക്ക്. എങ്കിൽ ഒരു അവൽപ്പൊതിയുടെ കരുതായിരുന്നില്ലേ? ഏതാ ഈ കുചേലൻ? പരമേശ്വരൻ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇയാളോട് പറഞ്ഞാൽ മതി. അതെ, എന്തു ചോദിച്ചാലും തരാൻ സാക്ഷാൽ പരമേശ്വരന് മാത്രമല്ലേ കഴിയൂ. ആ വലിയ ഫലിതപ്രിയനാണെന്ന് തോന്നുന്നു. അയ്യോ, അച്ഛൻ അറിയില്ലേ ഈ ഫലിതബന്ധുക്കൾ കണ്ടുപിടിച്ചതേ ഇദ്ദേഹം. കണ്ടോ നിങ്ങള്? കുട്ടിയെ കണ്ടോ? ഏയ്, കാണാൻ പറ്റിയില്ല. പരമേശ്വരൻ വരുന്നുണ്ട്, ചോദിക്കാം. പരമോന എങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ട്, ഒന്നുകൂടെ അമർത്തിക്കോളൂ. ആ കുട്ടി എങ്ങനെയുണ്ടെന്നാ ചോദിച്ചത്. ഏയ് പോരാ, ആ സ്ഥാനത്തെയാണോ രാജകുമാരിയാക്കാൻ പോണത്? അതിനെ തിരുമനസ് ഇപ്പൊ തന്നെ ഇവിടുന്ന് ഓടിക്കും. ഒന്ന് മാറിക്കേ, ഒന്ന് മാറിക്കേ. വന്നോളൂ. വാ മോളെ. മായമോളി ഇങ്ങോട്ട് വരൂ. ഹായ്, എന്റെ പേരറിയോ? മഹാരാജാവിന് അറിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ മോളെ? മോള് ചെല്ലേ. മായക്ക് എന്നെ മനസ്സിലായോ? ഉവ്. എങ്കിൽ പറയും, ഞാൻ ആരാ? മഹാരാജാവ് ഉദയവർമ്മ തിരുമനസ്. ആ, ഈ കൊട്ടാരത്തെ കുറിച്ച് മായ കേട്ടിട്ടുണ്ടോ? ഉവ്. 1897 ശ്രീ അത്തം തിരുനാൾ തിരുമനസ് പണികഴിപ്പിച്ചതാണ് ഉദയപുരം കൊട്ടാരം. ഉദയപുരത്തെ രാജാക്കന്മാർ കീർത്തി കേട്ടവരും പരാക്രമശാലികളുമാണ്. ഡച്ചുകാരെയും ഇംഗ്ലീഷുകാരെയും യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടുണ്ട്. അവരിൽ നിന്നും പിടിച്ചെടുത്ത അമൂല്യ വസ്തുക്കളും ആയുധങ്ങളും ഇപ്പോഴും കൊട്ടാരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. രാജരക്തമല്ലേ, ഇതൊക്കെ അറിഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇതൊക്കെ ഞാൻ സോഷ്യൽ സ്റ്റഡീസിൽ പഠിച്ചതാ. വലിയ തമ്പ്രാട്ടിയാ. മായയ്ക്ക് ഞങ്ങളെയൊക്കെ ഇഷ്ടമായോ? വല്യമ്പുരാട്ടെ കണ്ട ആർക്കാ ഇഷ്ടാവാത്തത്? തമ്പുരാട്ടെ കാണാൻ ഞാനൊരിക്കൽ വന്നിട്ടുണ്ട്. എപ്പോ? ക്ഷേത്ര ദർശനത്തിന് വന്നപ്പോ. പക്ഷെ കാണാൻ കഴിഞ്ഞില്ല. അവിടെയുള്ളവര് ഞങ്ങളെയൊക്കെ ഓടിച്ചു. ഇനി മായ എന്റെ അടുത്ത് ആരും ഓടിക്കില്ല. ഏയ്, എനിക്കിത് വിശ്വസിക്കാൻ കഴിയണില്ല. എനിക്കും അതെ. ആദ്യം കേട്ടപ്പോ വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. കൊട്ടാരത്തിലേക്ക് മഹാരാജാവ് എല്ലാവരും ക്ഷണിച്ചു എന്ന് പറഞ്ഞപ്പോ അച്ഛൻ തമാശ പറയാന്നാ ഞാൻ കരുതിയത്. നീ രാജാവിനെ രാജ്ഞിയൊക്കെ ശരിക്കും കണ്ടുവോ? കണ്ടൂന്ന് മാത്രമല്ല, ഒരുപാട് സംസാരിക്കുകയും ചെയ്തു. അവര് നമ്മളെയൊക്കെ പോലെ തന്നെയാ. എന്തൊരു സ്നേഹ, എന്നെ വലിയ ഇഷ്ടായി. എങ്കിൽ നമുക്ക് നമ്മുടെ കല്യാണത്തിന് അവരെ ക്ഷണിക്കാം. ഒരു രാജാവ് രാജ്ഞിയൊക്കെ കല്യാണത്തിന് വരുന്നത് നമുക്കൊരു ഗമയല്ലേ? കല്യാണമായതുകൊണ്ടാവും അച്ഛൻ കൊട്ടാരത്തിൽ നിന്ന് മാറാണ്ട് നിക്കണത്. എന്നെ കൊണ്ടാക്കിയിട്ട് വീണ്ടും പോയിരിക്കുക. എന്തെങ്കിലും കിട്ടുന്ന കരുതിയിട്ടായിരിക്കും. പാവം. കല്യാണം എന്നൊക്കെ പറയണമെന്നല്ലാണ്ട് അച്ഛന്റെ കയ്യിൽ ഒന്നുമില്ല. നമ്മുടെ കല്യാണത്തിനുള്ള കാശൊക്കെ എന്റെ കയ്യിലുണ്ട്. നിനക്ക് ഇത്തിരി പൊന്നുടുപ്പും വാങ്ങാനും നാട്ടുകാർക്ക് ഒരു നേരത്തെ ശാപ്പാട് കൊടുക്കാനുള്ള വകയൊക്കെ ഞാൻ സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിനൊന്നും ഓടണ്ട, നിന്റെ അച്ഛനടുത്ത് പറഞ്ഞേക്ക്. ഈ കടങ്ങളൊക്കെ അപ്പോട്ടിനോട് എങ്ങനെയാ വീട്ടേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ കടം എന്നൊക്കെ പറയുമ്പോഴേ എനിക്ക് ദേഷ്യം വരുന്നത്. ഞാൻ എന്തെങ്കിലും ചെലവാക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടിയിട്ടല്ലേ? നീ എന്റെ അല്ലേ, പിന്നെ എങ്ങനെയാ അത് കടാവുന്നത്? ഈ ജീവിതത്തിൽ ഞാൻ ഒന്നേ ആശിച്ചിട്ടുള്ളൂ, അത് നീയാ. അതിനുവേണ്ടി എന്ത് നഷ്ടപ്പെടാനും ഞാൻ തയ്യാറാ. എന്തും. രാമവർമ്മയുടെ തീരുമാനം പറഞ്ഞില്ല. സത്യം പറഞ്ഞ അടിയന് ഇപ്പോഴും ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സ്വരൂപത്തിന്റെ ഭാവി തന്നെ നിങ്ങളുടെ തീരുമാനത്തെ ആശ്രയിച്ചാണിരിക്കുന്നത്. രാജ്യം പോയി, അധികാരം നഷ്ടപ്പെട്ടു, രാജ്യം മന്ത്രിമാർ കൈയടക്കിയപ്പോ രാജാവിന് രാജാവെന്ന പേര് മാത്രം ബാക്കി. എനിക്ക് ശേഷം അതും ഇല്ലാണ്ടാവും എന്നുള്ള സ്ഥിതിയായിപ്പോ എന്റെ കാലം കഴിഞ്ഞാൽ ഈ ഇരിക്കുന്നതൊക്കെ ചില്ലുകൂട്ടിലെ കാഴ്ചവസ്തുക്കളാകും. ഉദയപുരം കൊട്ടാരം കാഴ്ചബംഗ്ലാവാകും. അതിനിടവരുത്തല്ലേ എന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ചതുകൊണ്ടാ പരദേവതകൾ ഇങ്ങനെ ഒരു മാർഗം തെളിയിച്ചത്. ഇനി രാമവർമ്മയുടെയും മകളുടെയും സമ്മതം കൂടി ആവശ്യമുള്ളൂ. എനിക്ക് സമ്മതാണ്, 100 വട്ടം സമ്മതാണ്. മകള് രാജകുമാരിയെ പോലെ ജീവിക്കണം എന്നല്ലേ ഏത് അച്ഛനും ആഗ്രഹിക്കും. ഇതിപ്പോ ശരിക്കും രാജകുമാരി ആവുമല്ലേ? പക്ഷേ മായ, അവളോട് ഞാനിതൊന്നും വിശദമായിട്ട് സംസാരിച്ചിട്ടില്ല. ഒരു പരസ്യടിയിലാണല്ലോ, മനസ്സിലാക്കിച്ചെടുക്കാൻ ഇത്തിരി സാവകാശം വേണം. രാമവർമ്മ കരുതുന്നത് പോലെ ഒരു പറിച്ചടലിന്റെയോ വേർപാടിന്റെയോ ഒന്നും ആവശ്യമില്ല. മായയെ ദത്തുപുത്രിയായി ഈ കൊട്ടാരത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ കുറെ വസ്തുവകൾക്ക് അവൾക്ക് കൊടുക്കേണ്ടതുണ്ട്. അതിലൊരു കൊട്ടാരവും ഉണ്ടെന്ന് കൂട്ടിക്കോളൂ.
ആ കൊട്ടാരത്തിൽ അവളുടെ അച്ഛനോടും അമ്മയോടും ഒപ്പം തന്നെ അവൾക്ക് കഴിയാം. പിന്നെ ആചാരമനുസരിച്ചുള്ള ചില ചടങ്ങുകൾ, ചില നിയമങ്ങൾ, ജീവിതത്തിൽ കുറെ കൂടെ ചിട്ടകൾ, അത്രയേ ഉള്ളൂ. പിന്നെ പറഞ്ഞോളൂ, എന്താണെങ്കിലും പറയാം. വേറെ